UDFിന്റെ കുറച്ചു വോട്ട് PV അൻവറിന് പോയേക്കാമെന്ന് രമേശ് ചെന്നിത്തല 24-നോട്. 9 വർഷം MLA ആയതുകൊണ്ട് അൻവർ കുറച്ച് വോട്ട് പിടിക്കും. അൻവർ കൂടുതലും പിടിക്കുക LDFിന്റെ വോട്ടുകളായിരിക്കുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അൻവർ ഈ പറയുന്നത്ര വലിയ ഘടകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ച് വോട്ട് എന്തായാലും പിടിക്കും. അത് 9 വർഷം MLA ആയിരുന്ന ഒരാളല്ലേ. പക്ഷെ അത് ഞങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞങ്ങളുടെ MLA അല്ലായിരുന്നല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന് 10 വർഷക്കാലത്തെ ബന്ധം ഇടതുപക്ഷവുമായിട്ടാണ്. അവരുടെ വോട്ട് പോകാൻ നോക്കിയാൽ മതി, ഞങ്ങളുടെ വോട്ടൊന്നും പോകില്ല. LDF വോട്ട് മാത്രമായിരിക്കും അൻവർ കൊണ്ടുപോകുന്നത്. UDF വോട്ടും പോയേക്കാം, അല്പസ്വല്പം വല്ലതും പോയേക്കാം. പക്ഷേ ഞങ്ങളെ അത് ബാധിക്കാൻ പോകുന്ന കാര്യമല്ല. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, പ്രചാരണം അതിൻ്റെ അവസാന ഘട്ടത്തിൽ, കുട്ടിക്കലാശത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിൽ എത്രത്തോളം പ്രതീക്ഷയും ആത്മവിശ്വാസവും നേതാക്കൾ വെച്ചു പുലർത്തുന്നുണ്ട്? അവരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ദീപക് ധർമ്മടം. റീജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രമേശ് ചെന്നിത്തലയാണ് ആദ്യമായി ഒരു കോൺഗ്രസ് നേതാവ് അൻവർ UDFിൽ നിന്നും കുറച്ച് വോട്ട് പിടിക്കുമെന്ന് പറയുന്നത്. അൻവർ ഒരു ഘടകമേ അല്ല. അൻവർ ഏതെങ്കിലും രീതിയിൽ എന്താ പറയുക, ഇന്നവിറ്റബിൾ എന്നുള്ളതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു UDFിൻ്റെ ക്യാമ്പ് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഇമ്മെറ്റീരിയൽ എന്ന് പറഞ്ഞിരുന്നു KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്. പക്ഷേ എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലെത്തുമ്പോൾ UDFിൻ്റെ വോട്ട് അല്പസ്വല്പം പിടിക്കും അൻവർ എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ മാനമുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിനകത്തെ വിഷയങ്ങൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ, അൻവറിനെ നേരത്തെ അനുകൂലിച്ചതും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ മാനമുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒരു പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ സൂചനയായി നമുക്കതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ് ചെന്നിത്തലയുടെ ഈ പ്രതികരണം. അല്പസ്വല്പം വോട്ട് UDFിൻ്റേത് കൊണ്ടുപോകും, പക്ഷേ കൂടുതൽ വോട്ടും LDFിൻ്റെതായിരിക്കും, ഞങ്ങളെ കാര്യമായി ബാധിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ കാര്യം പറയുന്നത് എന്നുള്ളത് രാഷ്ട്രീയമായ അതിന് പ്രാധാന്യം ഏറെയാണ്. മറ്റൊന്ന്, മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങാൻ പോകുന്നു. നാളെ പകൽ പിന്നിട്ടാൽ നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമായി. പിന്നീട് നിലമ്പൂർ ജനം പോളിംഗ് സ്റ്റേഷനിലേക്ക് നീങ്ങുകയായി. ഏതായാലും 3 മുന്നണികൾ അതുപോലെ അൻവർ അവരുടെ വോട്ട് പരമാവധി ചോദിച്ചുറപ്പിക്കുക എന്നുള്ളതാണ്. സ്വരാജ് ഇന്ന് ഓരോ പീടികകളിലും കടകളിലും കയറി വോട്ടഭ്യർത്ഥിക്കുന്ന കാഴ്ചകൾ നമ്മൾ അല്പം മുൻപും കണ്ടു. അതുപോലെ ആര്യാടൻ ഷൗക്കത്തും അൻവറും BJPയുടെ സ്ഥാനാർത്ഥിയും എല്ലാം ഈ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാനവട്ട ഓട്ടത്തിലാണ്, ലാസ്റ്റ് ലാപ്പ് ഓട്ടത്തിലാണ് ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളും. റീജിത്ത്, ദീപക് ധർമ്മടം വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. അൻവർ ഒരു ഘടകമേ അല്ല എന്ന UDF നേതാക്കളുടെ ആവർത്തിച്ചുള്ള പ്രതികരണങ്ങൾക്കിടയിൽ രമേശ് ചെന്നിത്തല പറയുന്നു കുറച്ച് വോട്ടുകൾ അൻവർ പിടിക്കാനുള്ള സാധ്യതയുണ്ട്, UDFിൻ്റെ കുറച്ച് വോട്ടുകൾ അൻവർ പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്.